ചില പോസ്റ്റിംഗ് നമ്മൾ കൊടുത്തത് അവർ ചോദിച്ചതായിരിക്കാം. പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ട എൻ്റെ കുടുംബ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. അത് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ട്രാൻസ്ഫർ എന്ന് പറയുമ്പോഴേ ഒരു മാറ്റുമ്പോൾ എല്ലാം ഒത്തുവരണ്ടേ. അങ്ങനെ 20 മാറ്റങ്ങൾ വരുത്തി ഓർഡർ ഇപ്പോൾ പുറത്തിറങ്ങും. ഓർഡർ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ പേരുകളിലേക്ക് കടക്കാം. ഇപ്പം ഞങ്ങൾ പേരുകളൊന്നും പറയുന്നില്ല. റദ്ദാക്കി എന്ന് പറഞ്ഞുകൂടാ, ആ വാക്കേ ഉപയോഗിക്കാൻ പാടില്ല. നേരത്തെ ഉള്ള ഉത്തരവ് പുനഃപരിശോധിച്ച് അല്ലെങ്കിൽ അതിനെ ചില ഭേദഗതികളോടുകൂടി, അത് ചില ഭേദഗതികളാണ് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ഇൻ പാർഷ്യൽ മോഡിഫിക്കേഷൻ ഓഫ് ദ എർലിയർ ഓർഡർ ന്യൂ ഓർഡേഴ്സ് ആർ ഇഷ്യൂഡ്. അതാണ് നമ്മുടെ മന്ത്രി കത്ത് തന്നത് എന്താണെന്ന് വെച്ചാൽ ചില പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ റിവ്യൂ ചെയ്ത് പരിഹരിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്തല്ലോ, അതാണിപ്പോൾ ചെയ്തത്. അത് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും പരിഗണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിജിലൻസ് ക്ലിയറൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും SIT വിളിച്ച് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരാളെ നമുക്ക് ഒന്നും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഒന്നും പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ചോദ്യം ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ വിജിലൻസ് ക്ലിയറൻസ് ഉള്ളതേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ്. പേരുകളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, കാരണം 20 പേരുകൾ ഓർത്തിരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അതൊക്കെ ഓർഡറിൽ നിന്ന് ഇറങ്ങും. ഇതോടുകൂടി ഈ ഓർഡർ ഇറങ്ങുന്നതോടുകൂടി പ്രകടമായിട്ടുള്ള പരാതികളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണല്ലോ, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. അതാണ് ചെയ്തിരിക്കുന്നത്. അല്ല, അങ്ങനെയല്ല. അവർ ഞങ്ങളുടെ എംപ്ലോയി അല്ലേ. ഒരു കേസിൽ പോലീസ് ഒന്ന് ചോദ്യം ചെയ്തു അല്ലെങ്കിൽ ഒന്ന് ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാളെ നമ്മൾ എന്ത് കാരണവശാലും മാറ്റി നിർത്തും. വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ ശരി, വിജിലൻസ് ക്ലിയറൻസ് ഇല്ലെങ്കിൽ ശരി. വിജിലൻസ് ക്ലിയറൻസ് ഉള്ളവരെ നമ്മൾ ചെയ്തിട്ടുള്ളല്ലോ. പരാതി എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവർ പറഞ്ഞ ക്ഷേത്രങ്ങൾ നമ്മൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ പരിഗണിച്ചില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഉദാഹരണത്തിന് ഞാനൊരു സീനിയർ ആളാണ്. ഞാൻ ചോദിച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല. എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾ ചോദിച്ച ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സീനിയറുള്ള ആളിന് ഒരു പരാതി ഉണ്ടാകും, മുഷിവുണ്ടാകും. അത്തരത്തിലുള്ള പരാതികളാണ് ഇന്ന് നമ്മൾ പരിഗണിച്ചത്. അങ്ങനെയൊന്നും ഒരു അപാകതയില്ല. ഇത് നോംസിന് വിരുദ്ധമല്ല. ഇതൊന്നും നോംസിനകത്ത് നിന്നിട്ട് തന്നെ ഇതെന്താ പറയേണ്ട ഒരു കോമൺ സെൻസാണ്. ഒരു സീനിയർ ആൾ ചോദിച്ചത് കൊടുത്തില്ല, ജൂനിയർ ആൾ ചോദിച്ചത് പ്രിഫറൻസ് കൊടുത്തു. അങ്ങനെ വരാൻ പാടില്ല. അത് നമ്മൾ ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ പരിഹരിച്ചിട്ടുണ്ട്. അല്ലല്ല അങ്ങനെ ഒരുപാട് മണിക്കൂറാണ് ഇതിനെ ചെലവഴിച്ചത്. ഇത്രയും മണിക്കൂറുകൾ ഒരു ട്രാൻസ്ഫറിന് ചെലവഴിക്കണമെന്ന് എനിക്ക് തന്നെ തോന്നി. എനിക്ക് തോന്നുന്നില്ല. അഥവാ ജാഗ്രത കുറവല്ലത് ഉണ്ടായെങ്കിൽ തന്നെ ഇന്ന് അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. എവിടെ? വള്ളിയങ്കാവിൽ. അയാൾക്കെതിരെ ഞങ്ങളുടെ ശ്രദ്ധയിൽ അയാൾക്കെതിരെ പ്രത്യേകിച്ച് ആരോപണമൊന്നുമില്ല. എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ SIT ചോദ്യം ചെയ്തതെന്നാണ് പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. അത് SIT ഒരാളെ വിളിച്ച് ഇവിടെ എത്ര പേരെ ചോദ്യം ചെയ്തു? ഈ ഓഫീസ് പരിശോധിച്ചല്ലോ. എന്ത്? എനിക്ക് തോന്നുന്നു, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ല. ഞങ്ങളുടെ ബോർഡിനകത്ത് ഞങ്ങളുടെ ജീവനക്കാരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ ബോർഡിൻ്റെ ഉദ്ദേശം. ബാക്കിയൊക്കെ എനിക്കറിഞ്ഞുകൂടാവുന്നു. ഇവിടെ രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ജീവനക്കാരും സംഘടനകളൊക്കെ ഉണ്ടാകും. അവരെല്ലാം ഞങ്ങളുടെ ജീവനക്കാരാണെന്നാണ് ഞാൻ കരുതുന്നത്. അവർക്കൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കാൻ ബോർഡ് ബാധ്യസ്ഥമാണ്. ടു ദി എക്സ്റ്റെൻറ്റ് പോസിബിൾ. എല്ലാം പരിഹരിച്ചു എന്ന് ഞാൻ പറയുകയല്ല. അത് ഞാൻ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. അവർ എന്ത് യൂണിയനാണെന്നല്ല എനിക്ക് പലരും അറിയാൻ തന്നെ വയ്യ. ഏത് യൂണിയനാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ ജീവനക്കാരാണ്. അവർക്കൊരു ഗ്രീവൻസ് ഉണ്ട്, വി വിൽ റെക്ടിഫൈ ഇറ്റ്. ഇന്ന് പ്രത്യേകമായിട്ട് ബോർഡ് കൂടിയതല്ലേ, അതിനല്ലേ. ഞങ്ങളല്ലാതെ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്ത് ഞങ്ങൾ മാറ്റുകയില്ല, കടുകിട മാറ്റുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അടിയന്തരമായിട്ട് നെക്സ്റ്റ് എറൈസിങ് ഓപ്പർച്യൂണിറ്റിയിലല്ലേ ഇന്ന് കൂടിയത്. ഇദ്ദേഹമാണെങ്കിൽ കൊട്ടിയൂർ പോകാനുള്ള യാത്ര മാറ്റി വെച്ചിട്ടാണ് നിന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അതെ, ആയിക്കോ പരിശോധിച്ചു.
എന്നാൽ അതിനകത്ത് ഉള്ളവരെയല്ലേ ഉള്ള കൊട്ടയ്ക്കകത്തുള്ളതിനല്ലേ തിരിച്ചങ്ങോട്ടിട്ട് വെക്കാൻ പറ്റില്ല. കാരണം അവരാണല്ലോ എലിജിബിൾ സോണിലുള്ളവരെ. അത് ഒരാളെ മാറ്റുമ്പോൾ അയാൾക്ക് പരാതി വരാനും പാടില്ല. ഈ അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, അത് ഓർമ്മയില്ല. അതൊക്കെ നിങ്ങളിപ്പോൾ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ അതൊക്കെ കാണാം. ഞാനതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുന്നില്ല. നമ്മളൊരു കൊള്ളയും ചെയ്യുന്നില്ല എന്ന് മാത്രം. ഞാനതിനെപ്പറ്റി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഒന്നുമില്ലല്ലോ. വകുപ്പിൻ്റെ ജോലി ചെയ്യുന്നു, ബോർഡിൻ്റെ ജോലി ചെയ്യുന്നു. ബന്ധപ്പെടേണ്ട സമയത്തെല്ലാം ബന്ധപ്പെടുന്നു. ജീവനക്കാരുടെ താല്പര്യങ്ങളൊന്നും ഹനിക്കരുതെന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. ഇവിടെ കടക്കൂ. ബുദ്ധിമുട്ട് തോന്നിയാൽ പോകാമല്ലോ, നമുക്ക് ഇറങ്ങാമല്ലോ. ഇപ്പോൾ തോന്നിയിട്ടൊന്നുമില്ല. ഞാനൊരു പാർട്ടിക്കാരനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എനിക്കൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നുള്ള കേരളത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. എന്നൊരു ജോലി ഏൽപ്പിച്ചു, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തുടരും. നിങ്ങൾക്ക് വിഷമമുള്ളൂ, എനിക്കൊരു വിഷമം ഇതുവരെ ഇല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.